നമ്മളിതിലെ ഓരോ പോർഷനും ഇങ്ങനെ വായിക്കുന്നതിൻ്റെ രഹസ്യം വേറൊന്നുമല്ല. പലതും പല ആവർത്തി പറയുമ്പോഴാണ് അല്പമെങ്കിലും ഇത് മനസ്സിലാവുന്നത്. സാധാരണ ഒരു ലോക വിഷയം കേൾക്കുന്ന പോലെ അല്ല ഇത് ഇരിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കിത് പുതിയതാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. ലോക കാര്യങ്ങളെ പറ്റി എല്ലാവർക്കും അറിഞ്ഞൂടെ? ആ രൂപത്തിലല്ല ഇത് പോണം. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമായാണ് ഈ ശാസ്ത്രം നിൽക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അറിയുന്ന രൂപത്തിലാണ് ലോക വസ്തുക്കളെല്ലാം നമ്മൾ അറിയുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് അറിവ് കൊണ്ട് തന്നെ അറിയണം. ഈ അറിവാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവ് കൊണ്ട് തന്നെ ഇതിനറിയണം. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഇന്ദ്രിയം. ശരിക്കുള്ള ഇന്ദ്രിയം ഏതാണ്? ഈ അറിവാണ്. പക്ഷെ അത് അറിയാതെ പോയത് കൊണ്ട് മാത്രം അവർ ഓരോന്നും എടുത്തെടുത്ത് പറയണം. സമാധിയിലാണ് ഈ അനുഭവം ഒരാൾക്ക് സ്പഷ്ടമായി അറിയാൻ പറ്റുന്നത്. എപ്പോഴും ഈ അറിവാണ് ഇതിന് മുഖ്യമായിട്ട് നിൽക്കുന്നത്. ആ അറിവ് രൂപമായിട്ട് തന്നെ ഏറെ സമയം ലോകവിസ്മരണത്തിലിരിക്കുന്ന ഒരു നിലയാണ് സമാധി. ലോകം പച്ച വീടിനെ പറ്റിയോ നമുക്കുള്ള കുട്ടികളെ പറ്റിയോ അവരുടെ വൈഷമ്യങ്ങളെ പറ്റിയോ ഒന്നും മറന്നു വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കില്ലേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നിലയാണ് സമാധി അവസ്ഥ. സുഷുപ്തിയിലുണ്ട് ഈ അവസ്ഥ കേട്ടോ. സുഷുപ്തിയിൽ നമുക്ക് നമ്മളുടെ ജീവിത കാര്യങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾ പറയുന്നത് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യണമെന്നോ ഞാൻ ജോലി ചെയ്യാത്തവരൊന്നും ഒന്നും ഓർമ്മയില്ല. അവർ പറഞ്ഞ ആണെന്നും പെണ്ണെന്നും പോലും ഇല്ല ഓർമ്മിക്കാൻ പറ്റില്ല, ഓർമ്മയില്ല. ആ രീതിയിൽ കേവലം അറിവേ രൂപമായിട്ടിരിക്കുന്ന ഒരു നിലയാണ്. ഇത് നമുക്ക് സുഷുപ്തിയിൽ നിത്യവും അനുഭവിച്ച് ഉള്ള ഒരു കാര്യമാണെങ്കിലും നമുക്ക് അവിടെ ഈ കരണങ്ങൾ ലയിച്ചു പോയത് കൊണ്ട് ഇതിനെ ഒപ്പാൻ പറ്റിയിട്ടില്ല, ഒപ്പിയെടുക്കാൻ പറ്റില്ല. മനസ്സിലേ? ഇതിനെ ഒന്ന് ഒപ്പിയെടുക്കണം. ഈ ഒരു ദശ ഇതിനാണ് സമാധി ദശ. ഇതിന് ഒപ്പിയെടുക്കുന്ന കരണങ്ങൾ ലയിച്ചു പോയതാണ് സുഷുപ്തിക്കുള്ള ദോഷം. എന്നാൽ ഈ സുഷുപ്തി തന്നെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. എങ്ങനെ? നമുക്ക് എന്താണ് സുഷുപ്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പക്ഷേ ഈ ലോക വിഷയങ്ങളെല്ലാം മറക്കുന്നത് കൊണ്ടാണ് സുഷുപ്തി ഉണ്ടാവുന്നത്. നമ്മൾ പലവർക്കും പറഞ്ഞു, ഒരാൾ ഒരുപാട് കാര്യങ്ങൾ വ്യാപരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരു നിമിഷം അയാൾ പറയും, ഇപ്പം രാത്രിയായി, മണി 10-11 ഇനിയെല്ലാം നാളെ എന്ന് പറയുമ്പോൾ സ്വിച്ചിട്ട പോലെയാണ് ഉറങ്ങണം, അല്ലേ? കാരണം എന്താണ്? നമ്മൾ ഇതെല്ലാം മറക്കാൻ തോന്നും. ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഇതെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയി. വാസ്തവത്തിൽ വിസ്മരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രസക്തമായി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് വിസ്മരിക്കാൻ സാധിച്ചത്. വീണ്ടും ആ വിസ്മരണയിൽ നേരെ പോയി എങ്ങനെ വിസ്മരിച്ചു? ഈ മനസ്സ് ലയിച്ചു പോവുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? അവിടെ ഉണ്ടായ ജ്ഞാനത്തെ ഒപ്പാൻ പറ്റിയില്ല. ആർക്ക്? ഈ കർണങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു ഇത് തന്നെയാണ് സംഭവം, ഇത് തന്നെയാണ്. പക്ഷേ സുഷുപ്തി പോലെ പോയാൽ പറ്റില്ല. സമാധി എന്ന് പറഞ്ഞാൽ സുഷുപ്തിയെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ സുഷുപ്തിയിൽ നമ്മൾ അബോധമായിട്ട് പോയി അവിടെ ചെന്നിരിക്കുകയാണ്. ഇവിടെ ബോധപൂർവമായിട്ട് പോയിരിക്കണം. ആ ബോധപൂർവമായി പോയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ലോക വസ്തുക്കളെ വിസ്മരിക്കണം. ബോധപൂർവം വിസ്മരിക്കുന്ന ഒരു സ്വഭാവത്തെയാണ് വിവേകമായിട്ട് വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിഷയാകാരമായിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം ഇതിൽ ഉപേക്ഷിക്കണം, തൽക്കാലം ഉപേക്ഷിക്കണം. ഇങ്ങനെ ഉപേക്ഷിച്ച് നിൽക്കുന്നവരെയാണ് ജ്ഞാനത്തിലേക്ക് പോകുന്നവരെന്ന് പറയുന്നത്. ഇതാണ് സവികൽപ്പ സമാധി പഴകുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് എത്ര മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് സുഷുപ്തിയും സമാധിയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളില്ലെന്നാണ്. സുഷുപ്തിയിൽ സമാധിയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ സുഷുപ്തി ഉണർന്നു വരുന്നവൻ പറയും ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. എന്നാൽ സമാധി അനുഭവിച്ചു വരുന്ന ആൾ പറയണത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. ഒരിടത്ത് ഞാൻ ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്നാണ് അതിൻ്റെ സ്മൃതി.
സുഷുപ്തിയിൽ വരുന്നതിൻ്റെ പേരാണ് സ്മൃതി. എന്നാൽ സമാധിയിൽ വരുന്ന സ്മൃതിയല്ല, പ്രത്യഭിജ്ഞ എന്നാണ് അതിൻ്റെ പേര്. പ്രത്യഭിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്മൃതി തന്നെ, പക്ഷെ അവിടെ നടന്ന അതുപോലെ ഒപ്പയെടുത്ത് ഇവിടെയും അങ്ങനെ തന്നെ നിൽക്കും. അവിടെ മറ്റത് മറന്നു പോകുന്നു, ഓർമ്മിക്കുന്നു എന്നുള്ള നിലയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് സ്പഷ്ടമായിട്ട് നമുക്ക് അനുഭവമായിട്ട് നിൽക്കും. ഇതാണ് സമാധി അനുഭവം. സമാധി അനുഭവം അതിൻ്റെ പ്രതിവിജ്ഞ രൂപത്തിലാണ് ജ്ഞാനികൾ ഈ ലോകത്തിൽ വ്യവഹരിക്കണം. വ്യവഹരിക്കാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണ്ടേ, ആരോടെങ്കിലും രണ്ട് വർത്താനം പറയണ്ടേ, ഇതെല്ലാമാണ് വ്യവഹാരം. പക്ഷെ അവരെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാമോ? ആ സമാധിയെ വിട്ടുവന്ന പ്രതിവിജ്ഞ സംസ്കാരത്തിൽ ഇരുന്നാണ് വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കർമ്മം പറ്റില്ല എന്നാണ്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ല. സത്യം പറഞ്ഞ അവരാണ് നിഷ്കാമ കർമ്മം ചെയ്യാനായിട്ട് അറിഞ്ഞവർ. നമുക്ക് നിഷ്കാമ കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ് ചേച്ചി? കാരണം ഈ ലോകം സത്യമെന്നുള്ള ബുദ്ധി ഇരിക്കുകയാണ് നമുക്ക്. ഈ ലോകം വിദ്യയാണെന്നുള്ള ബുദ്ധി ഉറച്ചില്ല. ഈ ലോകം വിദ്യയാണെന്നുള്ള ബുദ്ധി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് ഈ അറിവിൽ ഇതൊരു തോന്നലായിട്ടിരിക്കുന്നു. കയറിൽ ഒരു പാമ്പ് തോന്നുന്ന പോലെ. വാസ്തവത്തിൽ കയറേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം കയറേ ഉള്ളൂ. പക്ഷെ ഒരു ബന്ധാന്തകാരത്തിൽ കയറിനെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അതിലൊരു പാമ്പിനെ ആരോപിച്ച് കാണുകയാണ്. അയ്യോ ഒരു പാമ്പെന്ന് പറയും. പെട്ടെന്ന് ആ ഭാവന ആ പാമ്പ് പോലെ തന്നെ അത് എഴയുന്നതായിട്ടും അത് കൊത്താൻ വരുന്നതായിട്ടും ഒക്കെ അത് കാണിക്കും, ഇല്ലേ? ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെയാണ് അധ്യാരോപം. ഈ അറിവിൽ അധ്യാരോപം ചെയ്താണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത്, ഈ ജഗത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അറിവിനെയാണ് നമ്മൾ അറിയുന്നത്. എങ്ങനെ? കയറിൽ പാമ്പിനെ അറിഞ്ഞ പോലെ ഈ അറിവിൽ ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിന് ആധാരമായിരിക്കുന്ന ഈ അറിവിനെ മറച്ചുകൊണ്ട് ഈ പ്രപഞ്ചം ഇതിലിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായി? കയറിനെ മറച്ചുകൊണ്ട് പാമ്പിരുന്ന പോലെ. കയറേ ഉള്ളൂ. ആ കയറിനെ അറിയാത്ത എന്തുകൊണ്ട്? പാമ്പിനെ അതിൽ ആരോപിച്ച് കാണുന്നതുകൊണ്ട്. ഈ ആരോപണം മാറ്റിയാലോ പ്രകടമായി കയററിയാൻ സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടോർച്ച് കൊണ്ടുവന്ന് അടിച്ചു നോക്കും, അല്ലേ സുഷേ? അപ്പോഴാണ് അയ്യോ ഇത് കയറാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതുപോലെ ഈ ശ്രുതി സമ്മതമായ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊരക്ഷി, ഈ ജ്ഞാനാക്ഷി കൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ ഇതിനെ നോക്കിയാൽ അത് പരമാർത്ഥമായിരിക്കുന്ന ആ അറിവിനെ അറിയാൻ പറ്റും. ഇപ്പൊ കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെ കാണുന്നു? അധ്യാരോപമായിട്ട് കാണുകയാണ്. വാസ്തവത്തിൽ ഉള്ളത് എന്താണ്? ഈ സച്ചിദാനന്ദമയമായിട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം. അത് തന്നെയാണ് എൻ്റെ സ്വരൂപമായിട്ട് ഞാൻ അറിഞ്ഞത്, നേരത്തെ അറിഞ്ഞു. ഇപ്പൊ നമ്മൾ അറിയാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ അജ്ഞാനികളായിട്ടിരുന്ന് നോക്കുമ്പോഴാണ് ഈ ലോകം പല പല രൂപത്തിലും പല ഭാവത്തിലും, ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വെറുപ്പ്, ഇങ്ങനെ പല രൂപത്തിൽ ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഏത്? ഈ ലോകം, ഈ പ്രപഞ്ചം. അത് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പല രൂപത്തിൽ പ്രകടമായത്? അതിന് ഗുരുദേവൻ ഇതിനൊരു ആഖ്യാനം കൊടുത്തത് നമ്മുടെ ശ്രദ്ധയിൽ വന്ന ഇതാണ്. സ്വാമി പറയുന്നു കയറാണ് ഉള്ളത്, പക്ഷെ ചിലരതിൽ പാമ്പിനെ കാണും, ചിലരതിൽ ജലധാര എന്ന് കാണും, ചിലരത് ഭൂമിയിൽ കിടക്കുന്ന ഒരു വടിയായിട്ട് കാണും, ചിലർ പൂമാലയായിട്ട് കാണും. ഏത് രൂപത്തിലായാലും ഈ പലതായിട്ട് കണ്ടില്ലേ? പലതായിട്ട് കണ്ട രൂപത്തിൽ ചേച്ചി കണ്ട ലോകമല്ല ഞാൻ കാണും. നമ്മൾ ആരും കണ്ട ലോകമല്ല ഒരു ഇഴജന്തു കാണുന്നു. ഇപ്പൊ പക്ഷികളും വൃക്ഷങ്ങളും മൃഗങ്ങളും ഇതെല്ലാം ഈ ലോകത്തെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ അനുഭവിക്കുന്നു? അവരവരുടേതായ മനോധർമ്മത്തിലാണ് അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ ഇത് എന്താണെന്ന് അറിഞ്ഞ മഹത്തുക്കൾ എന്ത് പറഞ്ഞെന്നറിയാം? ഇത് സച്ചിദാനന്ദ ബ്രഹ്മം. അതാണ് അവർ ലാസ്റ്റ് പറഞ്ഞത്. ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മസത്യം ജഗത് വിദ്യ, ബ്രഹ്മസത്യം ജഗത് ബ്രഹ്മ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ബ്രഹ്മ എന്ന് തന്നെ പറഞ്ഞു. കാരണം വാസ്തവത്തിൽ ഇതിൽ തോന്നുന്ന ഈ നാമരൂപങ്ങളെ പിൻവലിച്ച്
ഇതിനെ നോക്കിയാൽ ഇത് സച്ചിദാനന്ദമയമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സത്ത് എന്ന് വെച്ചാൽ ഉണ്മ, ചിത്തം എന്ന് വെച്ചാൽ പ്രകാശം, ആനന്ദം എന്ന് വെച്ചാൽ അസുഖം. ഇതെല്ലാം ഈ മൂന്നും കൂടെ ചേർന്നാണ് ഈ പ്രപഞ്ചവും ഇരിക്കുന്നത്. അതിൽ നമ്മുടെ വിഷയങ്ങളായിട്ട് കണ്ട് തെങ്ങ് വേറെ, മാവ് വേറെ, അതുപോലെ ഓരോന്നും വേറെ വേറെ തിരിച്ച് കണ്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ എന്ത് പറ്റും? മനസ്സെപ്പോഴും അവർ പറയും ഖണ്ഡാകാരമായി ചെറുതായിട്ട് ചുരുങ്ങിപ്പോകും. മനസ്സ് ചുരുങ്ങി മുമ്പ് യഥാർത്ഥത്തിൽ ആ വ്യാപ്തമായ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കാത്ത വിധത്തിൽ ഈ മനസ്സായി പോകും. മനസ്സിലല്ലേ? ഇതാണ് കരണശുദ്ധി ഇല്ല എന്ന് പറയുന്നത്. കരണശുദ്ധി കൈവരിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തെ നോക്കിയവർ ആരാണ്? മഹത്തുക്കളാണ്. അവർ കണ്ടു ഇത് ബ്രഹ്മസ്വരൂപം, ഇത് ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു ലോജിക്ക് വേണമെങ്കിൽ പറയാം. അവർക്ക് ഇതിനോടൊന്നും ഒരു ആസക്തി ഇല്ല. കാരണം എന്താണ്? അവർ തന്നെയാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഒരവസരത്തിൽ പറഞ്ഞത് നമുക്കെല്ലാം അറിയാം. അർജുന, നീയായിരിക്കുന്നത് ഈ ഞാൻ തന്നെ, ഈ ദുര്യോധനായിരിക്കുന്നതും ഞാൻ തന്നെയാണ്, ഈ സമസ്തമായിരിക്കുന്നതും ഈ ഞാൻ തന്നെയാണ് പറഞ്ഞില്ല. അർത്ഥം എന്തിനാണ്? അർത്ഥം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തുകൊണ്ട്? കൃഷ്ണൻ ജ്ഞാനിയാണ്, കൃഷ്ണന് ജ്ഞാനം ഉണ്ടായി. അപ്പൊ ഒരു ജ്ഞാനിയുടെ കണ്ണിൽ ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഇതാണ് അഖണ്ഡ അനുഭവ സിദ്ധി എന്നാണ് ഇതിന്റെ പേര്. ഈ അഖണ്ഡാനുഭവ സിദ്ധി ജ്ഞാനം കൊണ്ട് മാത്രമേ ഉണ്ടാവൂ. ജ്ഞാനം എന്ന് പറഞ്ഞത് തൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രത്യേകാത്മാവിന് ഉള്ളതുപോലെ അറിയുക. അതാണ് അറിവ്. ആ അറിവില് ഈ ദേഹാദി പ്രപഞ്ചം ആരോപമായിരിക്കുക. ദേഹവും ലോകവും എല്ലാം നമുക്ക് വിഷയമല്ലേ? വിഷയം നമുക്കറിഞ്ഞൂടെ? ലോകത്തെ പറ്റി നമുക്കറിഞ്ഞൂടെ? ഈ ദേഹത്തെ പറ്റി നമുക്കറിഞ്ഞൂടെ? അറിയുന്ന അറിവ് എങ്ങനെയാണ് അതാവുന്നത്? അപ്പൊ അതിൽ നിന്ന് വിലക്ഷണമായിട്ട് ഈ അറിവില് അനുസ്യൂതമായിട്ട് സഞ്ചരിക്കുകയാണ്. ഊടും പാവും പോലെ എന്നാണ് പറയുന്നത്. ഈ അറിവ് ഇതിൽ ഊടും പാവും പോലെ അനുസ്യൂതമായി കലർന്നിരിക്കുകയാണ് എല്ലാത്തിലും. അതിൽ നിന്ന് ജ്ഞാനികൾ ഇതിനെ വേർതിരിച്ചറിയും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മഹത്തുക്കൾ പറയുന്നത് ഇതുപോലെയാണ്. ഒരു ഹംസപക്ഷികൾ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ഈ പക്ഷിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പാലും വെള്ളവും കൂടെ കൂട്ടിക്കലർത്തി വെച്ചു കൊടുത്താൽ ഈ ഹംസപക്ഷി പാല് മാത്രം കുടിച്ചോണ്ടോ, വെള്ളം ഉപേക്ഷിക്കും. ഇതുപോലെ ഒരു ഹംസപക്ഷി ഹിമാലയത്തിലൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഇതുപോലെയാണ് പരമഹംസന്മാരായിരിക്കുന്ന സന്യാസിമാര് ഈ പാലും വെള്ളവും വേർതിരിക്കും. എന്നിട്ട് അവർ പാലും മാത്രം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായിരിക്കുന്നത് എന്താണ്? ഈ സച്ചിദാനന്ദവും നാമം രൂപവും കൂടെ ചേർന്നാണ്. സച്ചിദാനന്ദം പ്ലസ് നാമം പ്ലസ് രൂപം. ഇതിന് നാമരൂപത്തിനെ അവര് വിട്ടുകളഞ്ഞിട്ട് ആ സച്ചിദാനന്ദത്തിനെ അവര് അനുഭവിക്കും. അതാണ് ജ്ഞാനികൾ. നമുക്കതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമ്മൾ വന്നിരിക്കുന്ന സംസ്കാരമാണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. സംസ്കാരം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അനവധി ജന്മങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു വരുന്ന ഒരു സംസ്കാരം നമ്മളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛനും അമ്മയാണ് ഉണ്ടാക്കി. അല്ലല്ല, അങ്ങനെയല്ല. ഈ സംസ്കാരത്തിന് അനുകൂലമായ സ്ഥലങ്ങളിലാണ് ഓരോരുത്തരും ജനിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ അച്ഛനും അമ്മയും കൂടെയാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറയാക്കില്ല. നമ്മുടെ സംസ്കാരത്തിന് അത് വളരാനുള്ള പരിതസ്ഥിതിയുള്ള ഒരു വീട്ടിൽ തന്നെ ഒരു കുട്ടിയായിട്ട് ജനിക്കും നമ്മൾ. മനസ്സിലായില്ലേ? ഓരോ ജീവന്മാരും ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് അവർ ചെയ്ത കുറ്റമല്ല, ഇവർ ചെയ്ത കുറ്റമല്ല, നമ്മൾ ചെയ്ത കുറ്റമാണ്. അത് അനാദിയായിട്ട് നമ്മൾ ശീലിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ആരുടെ മേലിലും പഴി ചാരാൻ ഒക്കൂല ഇതിന്, കേട്ടോ. നമ്മളങ്ങനെയല്ല. എവരാണ് എന്നെ തൊലച്ചതെന്ന് പറയും. ചിലർ പറയണ്ടേ ഈ അച്ഛനും അമ്മയും കൂടെയാണ് എന്നെ ഞാൻ പഠിച്ചില്ല, എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയാണ് കാരണമെന്ന് പറയും. ഇതൊരു സംസ്കാരമല്ലേ? ആ സംസ്കാരത്തിൽ ആ ജീവൻ ഇങ്ങനെ വരെയാണ്. അതിനൊരു
സാഹചര്യം ഈശ്വര ഒരുക്കി കൊടുത്തത് ഇങ്ങനെയാണ്. അമ്മയുടെ പ്രസവിക്കാതെ ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അത് അമ്മയുടെ കുട്ടിയൊന്നും അല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. ഇത് പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ, ഈശ്വരന്റെ സന്തതികളാണ്. നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ വെച്ച്? ഒരു മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? അതിൽ ജീവൻ കൊടുത്തതാര്? ഈശ്വരൻ. അതാണ് പറയണത്. എല്ലാത്തിനും ഈശ്വരന്റെ ടച്ചാണുള്ളത്, അല്ലാത്ത ആരുടെ ടച്ച്. നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അത് ഈശ്വരൻ അവിടെ ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മൂട എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ചിരിച്ചോണ്ടിരിക്കുമോ? അപ്പൊ നമ്മൾ പറയും എന്റെ മോൻ എന്ന് പറയും, എന്റെ കുട്ടി ഞാനാണ് വളർത്തിയത് എന്നൊക്കെ പറയും. പല അർത്ഥമുണ്ട്. പക്ഷെ തന്നെ ആലോചിച്ച് പറയാം, നമുക്ക് എത്ര സമയം അവരെ നോക്കിക്കൊണ്ട് വളർത്താൻ പറ്റും? എന്തെല്ലാം അപകടകരമായ കാര്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരുമോ? എല്ലാ ഭാഗങ്ങളിലും ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രൂപം ധരിച്ച ഒരാളായിട്ടല്ല കണക്കാക്കുക. ആ ഉള്ളിൽ ഇരുന്ന അറിവ് തന്നെ ഇതിനെ എല്ലാം പരിപാലിച്ചു കൊണ്ട് പോവുകയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പൊ അതിലാണ് നമ്മൾ പറഞ്ഞ ഞാനാണ് കൊച്ചിൻ്റെ, ഞാനാണ് അച്ഛൻ, ഞാനാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കിടന്ന് അലമുറയിടുന്നു. അതുകൊണ്ട് എന്ത് കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ അവര് വെറുതെ ആവശ്യമില്ലാതെ മനസ്സിനെ ശോഭിപ്പിച്ച് ജ്ഞാനത്തിലേക്ക് പോകാനുള്ള തടസ്സത്തെ സൃഷ്ടിച്ച് അവർ നിൽക്കും. എപ്പോഴും ജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ അവർ ആദ്യം പറഞ്ഞു ഇതെല്ലാം ഈശ്വരാർപ്പണം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഈശ്വരാർപ്പണം ചെയ്താലേ അത് ഈശ്വരൻ്റെതാവുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അങ്ങനെയല്ല. ഈശ്വരന്റെ തന്നെയാണല്ല. ഇതിനെ ഓർമ്മിക്കുന്നതിനെയാണ് ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞത്. അല്ല നമുക്ക് എങ്ങനെ എൻ്റെ മോനെ പിടിച്ചോ ഞാൻ ഈശ്വരാർപ്പണം ചെയ്തു, അങ്ങനെയല്ല. ഇത് ആ തത്വം വാസ്തവത്തിൽ ഞാനും ആ ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണ്. എൻ്റെ മകനായിട്ടും മറ്റുമെല്ലാം വന്നത് എല്ലാം ആ ഈശ്വരൻ്റെ തന്നെ സൃഷ്ടിയാണ്. മാതാച പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താച്ച സുദേശോ ഭുവനത്രയം. ഇതർത്ഥം അറിയാം. നമ്മുടെ എല്ലാവരുടെയും അമ്മ എന്ന് പറഞ്ഞാൽ പാർവതീ ദേവിയാണ്. ആ പരാശക്തി അമ്മ തന്നെയാണ് എല്ലാവരുടെയും അമ്മ. പിതാവോ ദേവോ മഹേശ്വര, മഹേശ്വരനാണ് നമ്മുടെ എല്ലാം അച്ഛൻ. പിന്നെ ശിവഭക്തന്മാരാണ് നമ്മുടെ എല്ലാം ബന്ധുവായിരിക്കുന്നത്. ബാന്ധവ ബന്ധുക്കളായിരിക്കുന്ന ആരൊക്കെയാണ്? ഈ ശിവഭക്തന്മാർ തന്നെയാണ്. സ്വദേശം, നമ്മുടെ ശരിക്കുള്ള ദേശം എന്താണ്? ഭുവനത്രയം. ഈ 3 ലോകത്തിലും ഒരുപോലെ അപവാദ സഞ്ചാരം ചെയ്യുന്ന ആ അറിവ്. ഏതറിവ്? നമ്മൾ അറിഞ്ഞൂടാന്ന് പറയുന്ന ഈ അറിവ് തന്നെ അതിശയമാണ് ചേച്ചി. പറയല്ലേ, പകൽ പോലെ സൂര്യൻ ഉദിച്ചതുപോലെ സ്പഷ്ടമായിരിക്കുന്ന ഇതിനെ അറിയുന്നില്ല എന്ന് ഇരിക്കുന്ന ഒരു നിലയാണ് അജ്ഞാനമായിട്ട് പറയുന്നത്. ചിരിച്ചെന്താണെന്നറിയാമോ? മഹത്തുക്കൾ ചിരിക്കും. മഹത്തുക്കളുടെ റോള് വന്നുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അവർ പറയും ഇതെല്ലാം ഇത്ര സ്പഷ്ടമായിട്ട് ഇവൻ കാണുന്നില്ലല്ലോ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, നീ ഇങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്ക്, ഈ വിവേചിച്ചു നോക്കെന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ പുറകെ ഇങ്ങനെ നിൽക്കും. നമ്മളത് എന്തോന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും അന്തം വിട്ടിങ്ങനെ നിൽക്കും. ഇതാണ് ഇത്. അപ്പൊ ഈ രഹസ്യത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സിന് ശുദ്ധി വേണം. ആ മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് ഈ ലോകം സത്യമെന്ന് ഭ്രമിച്ചിരിക്കുകയാണ്. അതിന്റെ പുറകെ ഇത് സഞ്ചരിക്കുകയാണ്. ഇതിനെ പിൻവലിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കണം. ആർക്ക്? ഈ മനസ്സിനെ ബോധിപ്പിക്കണം. നമുക്കല്ല, ആത്മാവിനൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ നമുക്ക് തീ ചെന്ന് ചാടാൻ ആർക്കെങ്കിലും തോന്നുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരു അറിവിരുന്ന് പറയാം, ഒരു മനസ്സിലറിയാം അങ്ങനെ ചാടിയ പൊള്ളും, അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്കറിയാം, ബുദ്ധിയിൽ അറിയാം. ഇതും അങ്ങനെ തന്നെ അറിയണം. ഇതുപോലെ ഓരോന്നിനെ പറ്റി വിവേകിച്ച് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ ഈ ബുദ്ധിയിൽ ഇത് പ്ലേസ്മെന്റ് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബുദ്ധി ഇതിൽ സ്വച്ഛമായിട്ട് നിൽക്കും. അതിനാണ് ഈ ജ്ഞാനത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതാ പറഞ്ഞ ഈ കർണങ്ങൾ
മയങ്ങാതെ ലയിച്ചു പോകാതെ ഇരുന്നെങ്കിൽ സുഷുപ്തി തന്നെ മതി നമുക്ക്. പക്ഷെ കർണങ്ങൾ ലയിച്ചു പോകുന്നു എന്നുള്ള ദൂഷ്യം കിടക്കുന്നതുകൊണ്ട് അവർ പറയുന്നു ഈ സുഷുപ്തിയെ ബോധപൂർവം സൃഷ്ടിക്കാൻ പറഞ്ഞു. സുഷുപ്തിയിലപ്പോൾ എന്താണ് നമുക്ക് പ്രത്യേകത? നമ്മൾ ഈ വിഷയങ്ങളെല്ലാം വിസ്മരിച്ചു പോയി. അവർക്ക് അവിടെ നമുക്ക് വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടേഴ്സും അവിടെ ഇല്ല. ഉണ്ടോ? അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. വളരെ പ്രിയപ്പെട്ട അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും സുഷുപ്തിയിൽ ഇല്ല. കാരണം എന്താണ്? മനസ്സ് ലയിച്ചു പോയതുകൊണ്ടാണ്. മനസ്സവിടെ ലയിച്ചതാണ് കാരണമായത്. പക്ഷെ ലയിക്കാതെ ഈ ഫാക്ടേഴ്സ് ആബ്സെന്റ് ആവണം. അതിനെന്ത് ചെയ്യണം? അതിനാണ് ജ്ഞാനോപദേശം ചെയ്തിരിക്കുന്നത്. അതിൽ ജ്ഞാനോപദേശം പറയുന്നത് എന്താണ്? ഈ അറിവേ ഉള്ളൂ, ഇതാണ് പരമാർത്ഥം, ഇതാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ നിൽക്കുന്ന ഈ അറിവാണ്. പക്ഷെ ഈ അറിവിൽ ഈ ലോകമെല്ലാം ഒരു ആരോപമായിട്ട് വന്നിരിക്കുന്നു. എങ്ങനെ? കയറിൽ പാമ്പ് പോലെ. കയറ്റിൽ പാമ്പ് പോലെ. കാരണം എന്താണ്? ഒരു അരണ്ട വെളിച്ചത്തിലാണ് കയറിൽ പാമ്പ് തോന്നിയത്. പാമ്പെന്ന് മാത്രമല്ല, വടിയായിട്ട് ജലധാരയായിട്ട് പൂവായിട്ടൊക്കെ തോന്നിയത് ഒക്കെ പല തരത്തിൽ പലരും കാണും. പക്ഷെ എന്നാലും പരമാർത്ഥമായിരിക്കുന്ന കയറിനെ കാണുന്നില്ല. പരമാർത്ഥത്തെ ധരിക്കാതിരിക്കുന്നതിനെയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. ഈ പരമാർത്ഥത്തെ അതിന് ഉപാധികളോട് ചേർത്ത് ധരിക്കുന്നതിനാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. പരമാർത്ഥത്തെ ധരിക്കാതിരിക്കുന്നതും ഈ പരമാർത്ഥത്തെ ഉപാധി സഹിതമായി ധരിക്കുന്നതും അജ്ഞാനം തന്നെയാണ്. ഉള്ളത് എന്താണ്? ഈ സത്താണ്, സച്ചിദാനന്ദ ബ്രഹ്മമാണ് ഉള്ളത്. ഇതിനെയാണ് ഈശ്വരൻ നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ഈശ്വരനാണ് ഉള്ളത്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപത്തിൽ അറിഞ്ഞുള്ള പഴക്കമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു ജ്ഞാനത്തിൽ വരുമ്പോൾ ആ ബൃഹത്തായ അറിവേ ഉള്ളൂ. അറിവിലാണ് ഈ മനസ്സെന്നുള്ള കൊച്ചറിവ്, ഇതൊരു ചെറിയ അറിവാണ്. ബുദ്ധി എന്നുള്ള ഒരു അറിവാണ്. ഇതെല്ലാം ഇങ്ങനെ കടലിൽ കുമിളകൾ പോലെ ഇങ്ങനെ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലാതാവുകയും ഉണ്ടാവുകയും ചെയ്യുന്നത് എവിടെയാണ്? കടലിൽ. അതുപോലെ തന്നിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു. ഒന്നിനും ഒരു സ്ഥിരമായ ഒരു നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു ഇതെല്ലാം വിദ്യാകാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ശാശ്വത സ്ഥിതിയിൽ ഇല്ലയോ അതിനെ അവർ പറയുന്നത് വേദാന്തത്തില് വിദ്യ എന്നാണ് അതിന്റെ പേര്, വിദ്യ. അപ്പം വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഉള്ളതുപോലെ ഇരിക്കുന്ന ഈ സമയത്ത് ഇതൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ ഈ ഉള്ളതുപോലെ ഇരിക്കുന്ന ഈ സമയം നമുക്ക് ജ്ഞാനത്തിലേക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് ഒരു ഉദ്ദേശമായിട്ടുള്ളത്? ഈ ജ്ഞാനം അടയുക എന്നുള്ളതാണ്, വേറൊന്നുമില്ല. ഉണ്ണ ഉറങ്ങുക എന്നുള്ള തുടങ്ങിയ കൃത്യങ്ങളെല്ലാം എല്ലാ ജന്തുക്കളും ചെയ്യുന്നത് തന്നെ. അവർക്കും കുട്ടികളുണ്ടാവുന്നുണ്ട്, ഇല്ലേ? എല്ലാം ഉണ്ട്. അവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു സ്വാമി പറയണേ, നമ്മളൊക്കെ മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് എത്ര ദിവസം അത് വെച്ച് അത് എന്താ പറയും, പുഴുത്ത് ആവുന്നതിനും ആ സമയത്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് ആ വിശന്നുടനെ ഒരു ഒറ്റ ഓട്ടം, ഉടനെ ഒരു മാന് ടപ്പെന്ന് അതിനെ പിടിച്ചു, അപ്പോഴും തന്നെ കശാപ്പ് ചെയ്തു കഴിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ ഭക്ഷണത്തിലാണ് പ്രിയമെങ്കിൽ മൃഗങ്ങളായിട്ട് വരുന്നതാണ് ഏറ്റവും ടോപ്പ്. മനസ്സിലായിക്കോണോ? സ്വാമിമാരുടെ കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഞാനും ആലോചിച്ചു, ശരിയാണ്. നമുക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒന്നും കിട്ടുന്നുണ്ടോ? ഇല്ല. കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ തന്നെ ആണെങ്കിലും അത് അവര് ഐസിൽ ഇതിലൊക്കെ പൊടിയൊക്കെ തൂറ്റിയിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം പൊല്യൂട്ടഡ് ആയിട്ട് കിട്ടും. പക്ഷെ മൃഗങ്ങൾക്കുണ്ടല്ലോ അങ്ങനെയല്ല, ഫ്രഷായിട്ട് കിട്ടും. അപ്പൊ ഭക്ഷണപ്രിയത്തിലാണ് ജീവിതം വിചാരിക്കുകയാണെങ്കിൽ മൃഗങ്ങളായിട്ട് ജനിച്ചൂടെ എന്ന് അവർ ചോദിക്കും. ഇതിൽ ഓരോന്നിലും അവർ പറയും, മനുഷ്യനായി ജനിച്ചത് കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? വേദം ഗ്രഹിച്ച് ഇതിന്റെ സാരമായിരിക്കുന്ന ജ്ഞാനത്തെ അടഞ്ഞ് മുക്തി കൈവരിച്ചില്ലെങ്കിൽ, അത് മുക്തി എന്ന് പറയുന്നത് എന്താണ്? ഇനി ഇതുപോലെ ജനിക്കുക മരിക്കുക എന്നുള്ള പ്രകൃതത്തിൽ
അകപ്പെട്ട് ദുഃഖിക്കാതെ മതിയെന്ന് പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം മാറി ആ മോക്ഷമാർഗം, അത് ഭക്തിമാർഗത്തിൽ ഇതിലെ രാമായണ ഭാഗത്തൊക്കെ നിങ്ങൾ വായിക്കല്ലേ, എന്തിനാണേ അവർ പറയണത് ലക്ഷ്മണ ഉപദേശവും ലക്ഷ്മണ മോക്ഷവും അവരമോക്ഷവും താരയുടെ മോക്ഷവും അല്ലേ, ഈ മോക്ഷമെല്ലാം വല്ലതും പറയുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രാണികളും എല്ലാ ജീവികളും മുക്തികാംക്ഷികളാണ്. ഉഷയ്ക്ക് ഒന്നുകൂടെ വിളക്കം പറഞ്ഞു തരാം. നമ്മളും മുക്തിക്ക് ആഗ്രഹിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നമുക്കും അറിയാം കൂടുതൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതാണ് നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ തന്നെ സ്വയം കൽപ്പിക്കും. കുറച്ച് ധനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായി ഇരിക്കാമായിരുന്നു എന്ന് കരുതും, അല്ല അങ്ങനെ കരുതും. അപ്പൊ അതിനുവേണ്ടി നല്ല പരിശ്രമിക്കും, കുറച്ച് പണവും കയ്യിൽ വന്നേക്കാം. പക്ഷെ അത് വന്നു കഴിയുമ്പോഴാണ് വേറൊരു ആഗ്രഹം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു വീട്, അതിന് നല്ല സൗകര്യമായൊരു വീട്, ഇപ്പോഴത്തെ വീട് പോരാ. ഇത് മുറിയൊക്കെ വന്നിട്ട് വളരെ ചെറിയ മുറികളാണ്, കുറച്ച് വലിയ ഹാള്, സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ കുറച്ച് വിശാലമായ ഇങ്ങനെ വരും. ഇപ്പൊ ഏത് രൂപത്തിലായാലും നമ്മൾ സുഖമായിരിക്കാമെന്ന് കൽപ്പിച്ച് കരുതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദുഃഖത്തിൽ തന്നെ വീണ്ടും വീണ്ടും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. മഹത്തുക്കൾ പറയുന്നു ഇതെല്ലാം വെറും സാങ്കല്പികങ്ങളാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സുഖം ലോകത്ത് ഇല്ല. സുഖമെന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ സ്വരൂപമാണ്. അതിനെ അനുഭവിക്കണമെങ്കിൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശ്രുതി പറഞ്ഞ രൂപത്തിൽ നീ ജീവിതം നയിക്കണം. ശ്രുതി പറഞ്ഞ രൂപത്തിൽ. ശ്രുതി എന്താണ് പറയണത്? ഈ ലോകവസ്തുക്കളെല്ലാം ക്ഷണഭങ്കരങ്ങളാണ്, ഇതിന് ഒരു ശാശ്വതമായ നിലനിൽപ്പില്ല. ഇത് അവരുടെ ഭാഷയിൽ ഇതെല്ലാം വിദ്യയാണ്, ഇല്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്ത വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയെ മാറ്റണം. ഒന്ന്. രണ്ട്, ആത്മാവിൽ തന്റെ ലക്ഷ്യത്തിലേക്ക് പ്രവൃത്തി കൊണ്ടുവരാൻ വേണ്ടി ഈ ജീവിതം അതിലേക്ക് തിരികെ വേണം. ഇപ്പൊ അതിൽ ആസക്തി ഇല്ലാന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യം മാത്രം പോരാ, ഇതിലോട്ട് തിരിക്കണം. അത് മാറ്റി ഇതിലോട്ട് തിരിക്കണം. അതാണ് ബഹിർമുഖം മാറി അന്തർമുഖപ്പെടണമെന്ന് പറയും. അത് പറയണം. വെളിയിലോട്ടുള്ള നോട്ടം മാറ്റി ഉള്ളിലേക്കുള്ള നോട്ടത്തെ കൊണ്ടുവരണം. അത് ആർക്ക് സാധിക്കുന്ന കാര്യമാണ്. ഇത് ഇവർ പറയുന്നത് കേട്ട് ആണെന്നോ പെണ്ണെന്നോ നപുസ്തകമെന്നോ അതുപോലെ കൊലയനെന്നോ പറയനെന്നോ ചണ്ടാളനെന്നോ ബ്രാഹ്മണനെന്നോ ഒരു വേർതിരിവുമില്ലാതെ ഈ ജ്ഞാനം സുലഭമായിട്ടുള്ളതാണ്. ആര് പറയുന്നു? മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ പണ്ട് പറഞ്ഞിട്ട് ബ്രാഹ്മണർക്കേ ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ തട്ടാരായിരിക്കുന്ന സ്വാമി, നമ്മുടെ ഗുരുദേവൻ ജ്ഞാനിയായി പ്രസിദ്ധനായപ്പോഴത്തേനും ബ്രാഹ്മണർ വിടുവോ? ബ്രാഹ്മണർ വിചാരിച്ച് ഇയാളത് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു. അറിയാമോ കഥ? അറിഞ്ഞൂടാ. നല്ലൊരു കഥയാണ്. കഴിഞ്ഞല്ലോ. ഒരു ദിവസം ഒരു 5-6 ഇതുപോലുള്ള തറവാടികൾ ചേർന്ന് തീരുമാനിച്ചു, നമുക്ക് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കണക്ക് ആശ്രമത്തിൽ വന്നോളൂ എന്ന്. സ്വാമിയെ ഒന്ന് പരീക്ഷിക്കണം, കാര്യം ഇയാൾക്ക് എങ്ങനെ ജ്ഞാനം ഉണ്ടായെന്നൊക്കെ അറിയണമെന്ന്. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഗുരുദേവൻ എന്താണ് ചെയ്തത്? അവരോടൊക്കെ പറഞ്ഞു ഇവിടെ ഒരു പന്തലിടണം, ഇവിടെ ഒരു 10 ചെയർ വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഗുരുദേവൻ അവിടെ അറേഞ്ച്മെന്റ് ചെയ്തു. ഇതൊന്നും മുന്നറിയിച്ചിട്ടല്ല. അവസാനം അവിടെ കയറി വന്ന ഉടനെ സ്വാമി പറഞ്ഞു, ഓരോ ഇല്ലത്തിന്റെ പേര് പറഞ്ഞു ഓരോരുത്തരെ അകത്തോട്ട് സ്വാഗതം ചെയ്തു. അപ്പോഴേ എന്താണ് കാഴ്ചപ്പാടെന്ന് നോക്കണേ. ഈ വന്നവർക്ക് പോലും അവർക്ക് ഏതില്ലമാണ് മറ്റേയാൾ ഏതില്ലമാണെന്ന് അറിഞ്ഞൂടാ. ഗുരുദേവൻ ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവന്ന് അകത്തോട്ട് ഇരുത്തേണ്, ഓരോ ഇല്ലം എന്നുള്ള പേരും പറഞ്ഞിട്ട്. അതാണ് ജ്ഞാനം ആ രൂപത്തിൽ. അപ്പം അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇദ്ദേഹം പൂർണ്ണ ജ്ഞാനിയാണെന്ന് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹം ആരായിരുന്നു? തട്ടാരാണ്, സ്വന്തം പണിക്കാരനാണ്. അപ്പൊ അവർക്കും ബ്രാഹ്മണന് മാത്രമേ വരൂ എന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, എല്ലാവർക്കും വരും. പക്ഷെ ആ രൂപത്തിലുള്ള ജിജ്ഞാസ ഉണ്ടായി വന്നാൽ മാത്രം മതി.